ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദരാശയ ഭിത്തിയിലുണ്ടാകുന്ന വിള്ളലുകളിലൂടെ ഉദരാശയത്തിൻ്റെ കണ്ടൻസ്, അതിൻ്റെ ഉള്ളിലുണ്ടാവേണ്ടുന്ന സാധനങ്ങൾ അതിൻ്റെ അംശമോ അല്ലെങ്കിൽ അതായി തന്നെയോ കുടലായിട്ട് തന്നെയോ പുറത്തേക്ക് വരുന്നതിനെ, ആ ഉദരാശയ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അത് പക്ഷേ പുറത്തേക്ക് തന്നെ വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നെഞ്ചും വയറും തമ്മിൽ വേർതിരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്നൊരു മസിൽ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളൊരു അവയവമാണ്. അപ്പം അതിന് ഇതേപോലെ വിള്ളലുകളുണ്ടാക്കും. അപ്പോൾ അതിനകത്തോട്ട് ആമാശയോ അല്ലെങ്കിൽ ചെറുകുടലോ വൻകുടൽ തന്നെയോ നെഞ്ചിനകത്തോട്ട് കയറും. അതിനെയും ഹെർണിയ, ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നാണ് പറയുന്നത്. അതിനെയും ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഉദരാശയ ഭിത്തിയിൽ എവിടെ, അത് ശരീരത്തിൻ്റെ ആന്തരിക ഭാഗത്താവട്ടെ ഭിത്തിയിൽ നിന്ന് വെളിയിലോട്ടാവട്ടെ അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ട് വരുന്ന ഈ ബലക്ഷയം ഉണ്ടായിട്ട് അതിലൂടെ കുടലോ അനുബന്ധ ഭാഗങ്ങളോ പുറത്തു വരുന്നതിനെയാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഹെർണിയ എന്ന് വീക്ഷിക്കുന്നത് ഈ ഇൻഗ്വനൽ ഹെർണിയ എന്ന് പറയുന്നൊരു സംഭവം. അത് കൂടുതൽ നമ്മൾ തുടയിടുക്കിലാണ് വരുന്നത്. വയറിൻ്റെയും കാലിൻ്റെ ഇടയ്ക്കുള്ള ആ വേർതിരിവിൻ്റെ ഭാഗത്ത് ചെറിയ വിള്ളലുണ്ടായിട്ട് ആ വിള്ളലിലൂടെ പുറത്ത് വന്നിട്ട് നമ്മൾ കുടലിറക്കം എന്ന് പൊതുവെ പറയാം വരുന്നത്. അത് ചിലവർ കൺജനിറ്റലായിട്ടുണ്ടാവാം. അതായത് ജനിക്കുമ്പം തന്നെ നമ്മുടെ ഒരു വിള്ളൽ നിലനിന്നിട്ട് അത് പെർസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട് തന്നെ ഇൻഗ്വനൽ ഹെർണിയ ഉണ്ടാവാം. ചിലർക്ക് നമ്മുടെ ശരീരത്തിലുള്ള പേശികൾ ബലക്ഷയമായിട്ട് അവിടെ വിള്ളലുണ്ടാവുകയും അപ്പം കുടൽ വന്ന് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തൊലിക്ക് താഴെയുള്ള കൊഴുപ്പിന് താഴെയാണ് അത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ഈ ഭാഗം തള്ളി വരും. അപ്പോൾ ഇത് നമ്മൾ ചികിത്സിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ചികിത്സിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നിത്യജീവിതത്തിൽ പല രീതിയിലും നമുക്ക് സ്ട്രെയിൻസ്, അതായത് ഒരു ചുമയോ അല്ലെങ്കിൽ സ്നീസിങ്ങോ തുമ്മലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വയറ്റിനകത്തുള്ള പ്രഷർ കൂടും. ഈ വയറ്റിനകത്തുള്ള പ്രഷർ കൂടുമ്പോൾ വയറ്റിനുള്ളിലുള്ള കണ്ടൻസിനെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഈ വിള്ളലിലൂടെയാണ് പുറത്തേക്ക് തള്ളുന്നത്. പക്ഷേ ഈ തള്ളുന്നതിനോടൊപ്പം തന്നെ ഈ കുടൽ ഇരുന്ന് തിരിയാനൊക്കെ സാധ്യതയുണ്ട്. തിരിഞ്ഞാൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ കുടൽ തിരിയുക വഴി ആ കുടലിന് ഉള്ള രക്തഓട്ടം നശിക്കുന്നു അല്ലെങ്കിൽ കുറയും. അപ്പം ഒരു പക്ഷേ ഒരു എമർജൻസി ആയിട്ട് ആ രക്തഓട്ടം ഇല്ലാത്ത കുടലിനെയൊക്കെ മുറിച്ചു മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹെർണിയ വന്നാൽ ചികിത്സിക്കണം എന്ന് പറയുന്നത്. എല്ലാത്തരം ഹെർണിയ എന്ന് ചിലപ്പോൾ ഹയാറ്റസ് ഹെർണിയ, ഈ നിരവധികാരിയായിട്ടുള്ള ചിലപ്പോൾ ഹയാറ്റസ് ഹെർണിയ. ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ ഈ ഡയഫ്രത്തിനകത്ത് നമ്മൾ അന്നനാളം പോകുന്ന ദ്വാരത്ത് കുറച്ചുകൂടെ വലുതാവുന്നതിനാണ് ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അതിനകത്തൂടെ ആമാശയം കുറച്ചുകൂടെ മേലോട്ട് കയറുന്നത്. ഇപ്പോൾ ഹയാറ്റസ് ഹെർണിയൊക്കെ നമ്മൾ സിംറ്റമാറ്റിക് ആണെങ്കിൽ ചികിത്സിക്കും. അതേസമയം മറ്റുള്ള ഹെർണിയകൾ സിംറ്റമാറ്റിക് അല്ലെങ്കിലും വൈരൂപ്യത്തിൻ്റെ പേരിലല്ല, ഭാവിയിലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചികിത്സിക്കും. ഇപ്പോൾ ഈ ഇൻഗ്വനൽ ഹെർണിയ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പൊക്കിളിൽ ഹെർണിയുണ്ട്. അതും കൺജനിറ്റലായിട്ടുണ്ടാവാം, ലേറ്റായിട്ടും ഉണ്ടാവാം. പിന്നെ നേരത്തെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ, വയറിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ നൂല് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ശേഷം വേണ്ട രീതിയിൽ റെസ്റ്റ് എടുക്കാതെ വെയിറ്റ് എടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബലക്ഷയം ഉണ്ടായിട്ട് അതിനകത്തൂടെ ഈ കുടലിൻ്റെ അംശങ്ങൾ പുറത്തു വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹെർണിയകളെ നമ്മൾ ഇൻസിഷണൽ ഹെർണിയ, ഇൻസിഷൻ കൊണ്ടുണ്ടാകുന്ന ഹെർണിയ എന്ന് പറയും. ഇൻസിഷൻ ഇല്ലാതെ തന്നെയും ഈ ഉദരാശയ ഭിത്തിയിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഹെർണിയാസ് വരാം. ഇപ്പം ഈ പൊക്കിളിനും നമ്മുടെ നെഞ്ചും കൂടിനും ഇടയ്ക്കായി വരുന്ന ഹെർണിയ നമ്മൾ എപ്പിഗാസ്ട്രിക് ഹെർണിയ, അത് സ്വതവേ വരുന്ന ഹെർണിയാണ് എപ്പിഗാസ്ട്രിക് ഹെർണിയ എന്ന് പറയുന്നത്. ഈ പൊക്കിളിൽ വരുന്നത് നമ്മൾ അമ്പലിക്കൽ ഹെർണിയ, നാഭി ഹെർണിയ എന്നാണ് പറയുന്നത്. പൊക്കിളിനും ചുറ്റുമായിട്ടും ഹെർണിയ വരാം. അതിനെ പാരാമ്പലിക്കൽ ഹെർണിയ എന്നാണ് പറയുന്നത്. പിന്നെ ഈ തുടയിലുക്കിൽ പലതരത്തിലുള്ള ഹെർണിയകളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്വനൽ ഹെർണിയ കൂടാതെ തന്നെ ആ ഏരിയയിൽ തന്നെ വേറൊരു ഹെർണിയാണ് ഫെമറൽ ഹെർണിയ. അതായത് നമ്മൾ കാലിലോട്ട് പോകുന്നൊരു വെയിനുണ്ട് നമ്മുടെ വയറ്റിൽ നിന്ന്, അതിൻ്റെ ജസ്റ്റ് സൈഡായിട്ട് ഒരു ഹെർണിയ, ഫെമറൽ ഹെർണിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓബ്ചുറേറ്റർ ഹെർണിയ കുറച്ചുകൂടെ ഉള്ളിലും
നമ്മുടെ പെൽവിക് ബോണിൻ്റെ ഉള്ളിലകത്തോട്ട് വരുന്ന ഹെർണിയ. അങ്ങനെ പലതരത്തിൽ ഈ ഉദരാശയ ഭിത്തിയിൽ നിന്ന് താഴോട്ടോ മുകളിലോട്ടോ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ സൈഡിൽ, ഇപ്പോൾ ഈ ഉദരാശയ ഭിത്തി എന്ന് പറയുന്നത് പേശികളുടെയും അസ്ഥികളുടെയും തമ്മിലുള്ളൊരു ചട്ടക്കൂടാണ്. ആ ചട്ടക്കൂടിൻ്റെ ഇടയിൽ ഈ അസ്ഥികൾക്കിടയിലും ഈ ഹെർണിയ വരാം. ഫോർ എക്സാമ്പിൾ ലംബാർ ഹെർണിയ എന്ന് പറയുന്ന ഹെർണിയ സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ കൊളോസ്റ്റമി, ഈ നമ്മൾ കേട്ടിട്ടുണ്ടാകും മോശം പോകാൻ വേണ്ടിയിട്ട് കൊളോസ്റ്റമി വെക്കുന്നു. അതിൻ്റെ ദ്വാരം വലുതായിട്ട് പാരാസ്റ്റോമൽ ഹെർണിയ എന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് ഡിഫറൻറ്റാണ്. പാരാസ്റ്റോമൽ ഹെർണിയ എന്ന് പറയുന്ന ഹെർണിയ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ഹെർണിയകൾ ഉണ്ട്. ഒട്ടുമിക്ക ഹെർണിയകളും അത് ചികിത്സിച്ചില്ലെങ്കിൽ പ്രയാസം പിന്നെ ഉണ്ടാകാവുന്നതാണ്. നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഓൾഡ് ഏജിലായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ അവർക്കൊരു ഓൾഡ് ഏജിലായിരിക്കും നമുക്ക് ഒരു എമർജൻസി സർജറി ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ എമർജൻസി സർജറി അപ്പം കീഹോൾ സർജറി കൊണ്ട് നടത്തണമെന്നില്ല, ഓപ്പൺ സർജറി ആയി പോകും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഹെർണിയ ചികിത്സിക്കുന്നത് നല്ലതാണ്. പൊതുവേ ഇൻഗ്വൈനൽ ഹെർണിയ ആണുങ്ങളിലാണ്, പുരുഷന്മാരിലാണ് കൂടുതൽ വരുന്നത്. അത് പല കാരണങ്ങളും, ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അല്ലാതെ തന്നെ സ്മോക്കേഴ്സിൽ ഈ മസിലിൻ്റെ കൊളാജൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അതായത് നമ്മുടെ മസിലിനകത്തുള്ള കൊളാജൻ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ട് മസിൽ തന്നെ വീക്കാവും, ബലക്ഷയം സംഭവിക്കും. ആ ബലക്ഷയം സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിള്ളലുണ്ടായിട്ട് അതുവഴി ഹെർണിയ ഉണ്ടാകും. പിന്നെ ഈ അമിതമായിട്ട് ഭാരം എടുക്കുന്നവർക്ക് ഹെർണിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം പല രീതിയിൽ ഹെർണിയ ഉണ്ടാവാം. പിന്നെ ഈ ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഭാരം എടുക്കുന്ന ഒബീസിറ്റിയിലുണ്ട്. അതായത് കൂടുതൽ വണ്ണമുള്ളവർക്ക് ഈ ഹയറ്റസ് ഹെർണിയയുടെ സാധ്യത കൂടുതലാണ്, അവർക്ക് സിംറ്റംസും കൂടുതലാണ്. അതേസമയം ആ ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരം എടുക്കുന്നുണ്ടൊന്നും ഉണ്ടാകുന്നതല്ല, തനിയെ അവിടെ ബലക്ഷയം ഉണ്ടായിട്ട് അവിടുത്തെ പാടകൾ ലൂസായിട്ട് ഉണ്ടാകുന്നതാണ്.